ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ 2 സീരിയലാണ് ഇടുന്നത്. കാറ്റത്തെ കിളിക്കൂടും, ഇവർ വിവാഹിതരാകുന്നു. അപ്പം ഈ 2 പരമ്പരകളുടെയും സമയത്തിന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇനി നാളെ മുതൽ ഞാൻ കാറ്റത്തെ കിളിക്കൂട് കൃത്യം 2:30 ഉച്ചയ്ക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ എല്ലാ ദിവസവും വൈകിട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത് 7 മണിക്ക്. ഇനി മുതൽ കാറ്റത്തെ കിളിക്കൂട് ഉച്ചയ്ക്ക് 2:30. അതുപോലെ ഇവർ വിവാഹിതരാകുന്നു എന്നുള്ള പരമ്പര രാത്രി ഒരു 9:30 ഇടുന്നുണ്ട്. അപ്പോൾ സമയത്തിന് മാറ്റം വന്നു. അത് തന്നെ ആദ്യം ഞാൻ പറയാൻ കേട്ടോ. സമയത്തിൻ്റെ മാറ്റം ഞാൻ അതെന്തായാലും കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്. എന്നാലും എൻ്റെ മുത്തുമണീസിൻ്റെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമുക്ക് വിശേഷത്തിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെക്കുക. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു ട്വിസ്റ്റാണ് കേട്ടോ നാളെ വരാനായിട്ടിരിക്കുന്നത്. അതായത് നമ്മുടെ സുഭാഷ് തിരിച്ചു വന്നുവല്ലോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ആ പഴയതുപോലെ സുഭാഷിനെ ആക്കിയെടുക്കാനായിട്ട് ചില പദ്ധതികളൊക്കെ നമ്മുടെ സുധീഷ് ആസൂത്രണം ചെയ്യുന്നുണ്ട്. സുധീഷ് മാത്രമല്ല കേട്ടോ, ഹരീഷും അതുപോലെ നികേഷും നിധിയും കൂടെ ചേർന്നിട്ട്. അപ്പോൾ അന്നേ ദിവസം രാത്രിയിൽ സുധീഷ് സുഭാഷിൻ്റെ അരികിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നികേഷും അതുപോലെ ഹരീഷും ആരും ഉറങ്ങിയിട്ടില്ല. എല്ലാവർക്കും ഒരു ഭയമാണ്. കാരണം ഇനിയും വീണ്ടും രാത്രി എഴുന്നേറ്റ് സുഭാഷ് ചേട്ടൻ പോയാലോ എന്നൊരു ഭയപ്പാട് അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം സുഭാഷ് നോക്കുന്നുണ്ട്. എടാ നീ കിടന്നോ, ഞാൻ ഉറങ്ങിക്കോളാം. സുഭാഷ് ചേട്ടൻ കിടന്നോ സുധീഷ് പറയാണ്. അപ്പോഴേക്കും നിധി വന്നപ്പം സുധീഷ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സുഭാഷിനെ. അപ്പം നിധി കൈകൊണ്ട് ചോദിച്ചു എന്തേ കിടക്കുന്നില്ലെന്ന്. അപ്പം സുധീഷ് പറഞ്ഞു, അതെ നിധി പൊക്കോ, ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ നമ്മുടെ സുധീഷ് പറയാണ്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് നമ്മുടെ നമ്മുടെ നിധി പോവേണം കേട്ടോ. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ നിധി ഒരു ബുക്കൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നികേഷ് വന്നിട്ട്, ഏട്ടത്തി സുഭാഷ് ഏട്ടൻ എന്തേ? അപ്പോഴേക്ക് സുഭാഷ് അടുക്കളയിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, എടാ പേടിക്കണ്ട, നിൻ്റെ സുഭാഷ് ഏട്ടൻ എന്തേ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ സുധീഷും ഹരീഷും കൂടെ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയൊക്കെ മേടിച്ച് സെറ്റായിട്ട് വരെയാണ്. അപ്പോൾ സുഭാഷ് ചോദിച്ച്, ഇതെന്തുവാടാ, ഒരു മാർക്കറ്റ് മൊത്തം ഇങ്ങനെ മേടിച്ചുകൊണ്ടുവന്നു, ഇതെന്തിനാ ഇങ്ങനെ പച്ചക്കറി മേടിച്ച്? അതെ സുഭാഷ് ഏട്ടൻ ഇനിയിപ്പോൾ അന്നൊന്നും മേടിക്കാനായിട്ട് വേണ്ടി അങ്ങ് റോഡിലോട്ട് മറ്റും പോണ വഴി എങ്ങാനും ചാടിപ്പോവാൻ തോന്നിയാലോ. അത് കേട്ടപ്പോഴേക്കും സുഭാഷ് പറഞ്ഞതേ എന്നെ കളിയാക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. അപ്പോൾ ഹരീഷ് പറഞ്ഞു, അതെ വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ മേടിച്ചുകൊണ്ട് വന്നല്ലോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയുണ്ട്, സുഭാഷ് ചേട്ടൻ ഇനി വീണ്ടും ഇതുപോലെ ഇറങ്ങിപ്പോയാലോ അതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് എല്ലാവരുടെ അടുത്തും പറഞ്ഞു, നിങ്ങൾ ആരും ഇന്നലെ ഉറങ്ങിയിട്ടില്ല അല്ലേ? എല്ലാണോ ഞാൻ എഴുന്നേറ്റ് പോകുമെന്ന് കരുതിയിട്ട് എല്ലാണോ ഉറക്കമൊഴിഞ്ഞിരിക്കുകയാണ്. എന്തിനാ ഇങ്ങനെ? ഞാൻ ഇനി പോവില്ലടാ, നിങ്ങൾ വിഷമിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ സുഭാഷ് പറഞ്ഞു. എന്നിട്ട് സുഭാഷ് ഒരു കാര്യം എല്ലാവരോടും കൂടെ പറയാൻ കേട്ടോ. അപ്പം നിധി ഉൾപ്പെടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ ഇന്നിപ്പോൾ ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും കൂടെ പറയാം. അപ്പം നമ്മുടെ ഹരീഷ് ചോദിച്ചു, പറയാം സുഭാഷ് ചേട്ടാ എന്താ? അതെ ഇവിടെ അല്ലെങ്കിലും ഞാൻ കുറച്ച് മാറി നിങ്ങളെ കാണുന്ന രീതിയിൽ ഞാൻ താമസിച്ചോട്ടെ എന്ന് ചോദിക്കും. അപ്പം സുധീഷൊക്കെ ചോദിക്കും, അതെന്തിനാ ഇപ്പം അതിൻ്റെ ആവശ്യം എന്നാ? എൻ്റെ പൊന്നു സുഭാഷ് ചേട്ടാ, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ആ പൊട്ട ജോത്സ്യൻ ഓരോ വട്ടത്തരം പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇങ്ങനെ വീട് മാറി താമസിക്കാനോ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എന്നെ പ്രാന്താണോ എന്നൊക്കെ ചോദിച്ച് ഹരീഷൊക്കെ കളിയാക്കിയാണ്. അതുപോലെ നിധിയും പറയുന്നുണ്ട്, ഇതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോഴേക്കും നമ്മുടെ നികേഷ് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാനും സുഭാഷ് ചേട്ടനും കൂടെ എങ്ങോട്ടെങ്കിലും മാറി അടുത്ത് തന്നെ താമസം മാറാം. എന്നിട്ട് നികേഷ് പറഞ്ഞു, എനിക്ക് കല്യാണം ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ സുഭാഷ് ചേട്ടൻ്റെ കൂടെയുള്ള ജീവിതം മതി, അതേ കൂടുതൽ വലുതായിട്ട് എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ വീണ്ടും നമ്മുടെ സുധീഷിനും നിധിക്കും ഹരീഷിനൊക്കെ ദേഷ്യം വരെയാണ്. ഈ പൊട്ട ജോത്സ്യം പറയണത് ഇതുവരെ ഈ സുഭാഷ് ഏട്ടൻ വിട്ടിട്ടില്ലേ? അതെ ഞാനൊരു കാര്യം പറയാൻ പോവാണ്, എല്ലാവരും കേട്ടോന്നും പറഞ്ഞിട്ട് സുധീഷ് ഒരു കാര്യം അങ്ങോട്ട് പറയണ്. കാര്യം വേറൊന്നുമല്ല, അതായത് ഇന്ന് 4 ജ്യോത്സ്യന്മാരെ ഞാൻ ഈ വീട്ടിലോട്ട് കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് സുഭാഷ് ഏട്ടൻ്റെ ജാതകം ഞാൻ നോക്കിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ അറിയാം ഈ ജ്യോത്സ്യന്മാരെ കളി എന്താണെന്നുള്ളത്. അപ്പോഴേക്കും അപ്പം നിധി പറഞ്ഞു, അത് നല്ല ഐഡിയ ആണല്ലോ, 4 പേരെ കൊണ്ടുവരുന്നുണ്ട്, ഓരോരുത്തരായിട്ട് ആയിരിക്കാം അല്ലേ? അങ്ങനെ നമുക്ക് അകത്ത് വെച്ച് ഓരോരുത്തരായിട്ട് നമുക്ക് ജാതകം കൊടുത്ത് അവർ പറയുന്ന എന്താണെന്നറിയാം, അതിലെന്തെങ്കിലും ദോഷം
ദോഷങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാമെന്ന് നമ്മുടെ സുധീഷ് പറയണേ. അപ്പം നിധി പറഞ്ഞു, അതെന്തായാലും അടിപൊളി സുധീഷ് എന്ന് പറഞ്ഞു, നല്ല ഐഡിയ എന്ന് പറഞ്ഞു കേട്ടോ. നിധി പറയാണ്, നിധിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സുധീഷ് പറഞ്ഞു, അപ്പം ഇന്ന് തന്നെ ഞാൻ പോയി ജ്യോത്സ്യന്മാരെ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അപ്പം സുഭാഷ് പറഞ്ഞു, എടാ നീ സ്ഥിരം കാണിക്കണ കള്ളത്തരമൊന്നും ഇതിൽ കാണിക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പം പറയും, എൻ്റെ പൊന്നു സുഭാഷ് ചേട്ടാ, എന്നെ വിശ്വസിക്കാൻ പാടില്ലേ, ഞാൻ അങ്ങനെ കള്ളത്തരം കാണിക്കുമോ? നീ കള്ളത്തരേ കാണിക്കുമോ? അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, ആ കാര്യത്തിൽ സുഭാഷ് ചേട്ടൻ പേടിക്കേണ്ട, കാര്യം വേറൊന്നുമല്ല, ഞാൻ കൂടെ പോകുന്നുണ്ട്, അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ജ്യോത്സ്യന്മാരെ തന്നെ ഈ വീട്ടിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, എന്നാൽ പിന്നെ ഇനി സുഭാഷ് ചേട്ടൻ്റെ ഭാവി അറിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ, എന്നിട്ട് ഞാൻ ലീവ് ഒന്ന് വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് നിധി വേഗം ലീവൊക്കെ വിളിച്ച് പറയാനായിട്ടോ. അങ്ങനെ ലീവ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് കാത്തിരിക്കുകയാണ് അവരെല്ലാവരും. അപ്പോഴേക്കും നമ്മുടെ സുധീഷും ഹരീഷും കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളി പ്രഗത്ഭരായിട്ടുള്ള ജ്യോത്സ്യന്മാരെ 4 പേരെ കൊണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ വരെയാണ്. അപ്പോൾ ജ്യോത്സ്യന്മാർക്ക് ഒരു കൺഫ്യൂഷനാണ്, എന്താണ് ഒരു വീട്ടിൽ തന്നെ ഇങ്ങനെ. അപ്പം നമ്മുടെ ഭാസ്കര ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഭാസ്കരൻ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും വന്ന ബൈക്കിൽ ഹരീഷും സുധീഷും ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ 4 സന്യാസിമാരും വരുന്നുണ്ട്, ജ്യോതിഷന്മാരെ പോലെയുള്ള. അപ്പം ഭാസ്കരൻ ചോദിച്ചു, അല്ല ഇവിടെ എന്താടാ വല്ല പൂജ നടക്കുന്നുണ്ടോ, കുറേ സന്യാസിമാർ വരുന്നുണ്ടല്ലോ? അതെ, ഇവിടെ 4 ജ്യോത്സ്യന്മാരെ കൊണ്ടുവന്ന, പിന്നെ എന്താണ് ഏതാണ് എന്നൊക്കെ അച്ഛൻ അറിയണമെങ്കിൽ അച്ഛൻ അകത്തോട്ട് വാ, കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ ചെല്ല് ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഈ 4 പേരെയും സ്വീകരിച്ചുകൊണ്ട് ഹരീഷും സുധീഷും കൂടെ അകത്തോട്ട് കയറിയാണ്. അപ്പോഴേക്കും നിധിയും നികേഷും അവർ അകത്ത് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സുഭാഷ് വന്നപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അതെ സുഭാഷ് ചേട്ടാ, നമുക്ക് ഓരോ ജ്യോത്സ്യന്മാരെ വിളിച്ച് നമുക്ക് അകത്ത് വെച്ച് മാറ്റി നമുക്ക് ജാതകം നോക്കിപ്പിക്കാം, അപ്പോൾ ഓരോരുത്തർ പറയണത് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പം നിധി പറഞ്ഞു, അത് മതി, അതാ കുറച്ചും കൂടെ നല്ലത്, ഒരുമിച്ചിരുത്തി നോക്കി ഒരാൾ പറയണത് മറ്റേ ആൾ കേട്ട് കോപ്പി അടിക്കണ്ടല്ലോ, അപ്പോൾ അത് നല്ലൊരു ഐഡിയ തന്നെ. അങ്ങനെ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നികേഷ് ആ ജ്യൂസൊക്കെ കൊടുത്തിട്ട് അവരെ നീ ഒരിടത്ത് ഇരുത്ത്, ഞാൻ വിളിക്കുമ്പോൾ നീ ഓരോരുത്തരായിട്ട് കൊണ്ടുവരണമെന്ന് സുധീഷ് പറയണേ. അപ്പോഴേക്കും സുഭാഷിന് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ, ഇനിയിപ്പോൾ ഈ ജ്യോത്സ്യന്മാർ എന്ത് പറയും, അവർ പറഞ്ഞ കണക്ക് എന്നെ പറയുമോ എന്നൊക്കെയുള്ള ഒരു ഭയപ്പാടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സുധീഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടാ, ഈ ജാതകവുമായിട്ട് വിളക്കിൻ്റെ മുമ്പിൽ പോയി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാം, മനസ്സ് ഇരുത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ സുഭാഷ് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നിധി വന്നിട്ട് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, അല്ല സുധീഷേ, ഇനി എവരും ഇതുപോലെ തന്നെ ദോഷങ്ങളാണ് പറയണമെങ്കിലോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ ജ്യോത്സ്യന്മാരെ വിളിക്കാൻ പോണ സമയത്ത് തന്നെ സുധീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ജ്യോത്സ്യന്മാരും പഴയതുപോലെ അയാൾ പറഞ്ഞതുപോലെയാണ് സുഭാഷ് ചേട്ടനെ പറയണമെങ്കിൽ ഞങ്ങളാരും എതിർക്കില്ല, സുഭാഷ് ചേട്ടന് ഇഷ്ടമുള്ളത് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വന്നവർ ഇതുപോലെ തന്നെ അയാൾ പറഞ്ഞതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കാര്യം കൊഴിഞ്ഞു. സുധീഷ് പറഞ്ഞു, എങ്കിൽ പിന്നെ സുഭാഷ് ചേട്ടനെ നമുക്ക് തിരിച്ചിങ്ങനെ എടുക്കാൻ വലിയ പാടുപെടേണ്ടി വരും എന്നിങ്ങനെ പറയണം. എന്തായാലും ഞാണിമ്മയെ കളിയാണ്, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇതിൽ സുഭാഷ് ചേട്ടനെ നമുക്ക് പിന്തിരിപ്പിച്ച് ഓക്കെ ആക്കി എടുക്കാൻ പറ്റണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, നിങ്ങളും കൂടെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് സുധീഷും ഹരീഷും നിധിയും നികേഷും ഒക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന കേട്ടോ. അവർക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. അപ്പോഴേക്കും സുധീഷ് നികേഷിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സുധീഷേ, ഒരു ജ്യോത്സ്യനെ ഇങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഒരു ജ്യോത്സ്യം വന്നിരിക്കുകയാണ്. എന്നിട്ട് സുധീഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടൻ്റെ കൈകൊണ്ട് തന്നെ ഈ ജാതകം ജ്യോത്സ്യനെ ഏൽപ്പിക്കാൻ പറയണം. അങ്ങനെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചത് കൈ കൊടുക്കുകയാണ്. ജ്യോത്സ്യൻ ഇടയ്ക്കിടയ്ക്ക് സുഭാഷിൻ്റെ മുഖം നോക്കുന്നുണ്ട്, ജാതകവും നോക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയണേ, എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്, എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളൊരു ഭീതി. അങ്ങനെ ജ്യോത്സ്യൻ പറയണേ, അതെ, ഈ ഇടയ്ക്കൊന്നും ഇത്രയും നല്ലൊരു ജാതകം ഞാൻ കണ്ടിട്ടില്ല, എന്തുകൊണ്ട് യോഗ്യനായിട്ടുള്ള ഒരാൾ, പിന്നെ ഇയാളുടെ വിവാഹം കഴിയേണ്ടതാണല്ലോ, ഒരു പെൺകുട്ടിയും ജനിച്ചിട്ടുണ്ടല്ലോ, ഇയാളുടെ വിവാഹം എങ്ങാനും കഴിഞ്ഞതാണോ? അയ്യോ ജ്യോത്സ്യരെ, എൻ്റെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ഭാസ്കരൻ മനസ്സിൽ ആലോചിക്കുന്നത്, ഇനി യവനെങ്ങാനും വേറെ കല്യാണം കഴിച്ച് കൊച്ചൊക്കെ ആയോ എന്ന് ചിന്തിക്കാനായിട്ടോ. അപ്പം നികേഷും അതുപോലെ സുധീഷും ഹരീഷും നിധിയൊക്കെ മനസ്സിൽ ആ ഒരു ടെൻഷൻ മാറിയിട്ട് പെട്ടെന്ന് ഒരു ചിരി വരെയാണ് കേട്ടോ. അപ്പോഴേ സുഭാഷിൻ്റെ മുഖം കണ്ടിട്ട്, കാര്യം വേറൊന്നുമല്ല, കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പാവം അത് പേടിച്ചു പോയിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ജ്യോത്സ്യം പറഞ്ഞ്, ജാതകത്തിൽ അങ്ങനെയാണ് കാണുന്നത്, എന്തായാലും കോടീശ്വരനാകും, താമസിയാതെ തന്നെ നല്ലൊരു പെൺകുട്ടിയെ വിവാഹവും കഴിച്ച് നല്ല സ്നേഹത്തോടെ തന്നെ ജീവിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, കാരണം അത്രയും ഇടിവെട്ട് കണക്കല്ല മറ്റേ ജ്യോത്സ്യം പറഞ്ഞത്. അപ്പോൾ ഈ ജ്യോത്സ്യൻ ഇത്രയും നല്ലൊരു കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി.
സന്തോഷമാവുകയാണ്. അങ്ങനെ ആ ജ്യോത്സ്യം പോയിട്ട് അടുത്ത ആളെ വിളിക്കുകയാണ് സുധീഷ്. അപ്പം നികേഷ് അടുത്ത ആളെ വിടുകയാണ് കേട്ടോ. അങ്ങനെ അടുത്ത ആൾ വന്നു കഴിഞ്ഞപ്പം വീണ്ടും നോക്കിയാണ്. അയാളും ഇതുപോലെ തന്നെ പറയാണ്, നല്ല ജാതകമാണ്, വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല, അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി തന്നെ വരും, അതും വടക്കുന്ന് വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയണേ. അത് കേട്ടപ്പോൾ സുധീഷിന് ഭയങ്കര ഇതായി. പിന്നെ ആദ്യം വന്ന ജോലിച്ച ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ഈ നിങ്ങളുടെ കുടുംബത്തിന് ഈ ആൾ നിൽക്കുന്നിടത്തോളം നല്ലതാണ്. അത് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബ ക്ഷേത്രത്തിൽ നിങ്ങൾ പൂജകളൊന്നും ചെയ്യാറില്ല, അതിൻ്റെതാണ് ഈ നല്ല കാര്യങ്ങളൊന്നും വരാത്തത്. അപ്പോൾ ഈ രണ്ടാമത് വന്നിരുന്ന ജോത്സ്യനും ആ കാര്യം സെയിം തന്നെ പറഞ്ഞു കേട്ടോ. അതായത് നിങ്ങളുടെ കുടുംബ ക്ഷേത്രത്തിൽ ചെല്ലാനും അവിടുത്തെ വഴിപാടുകൾ മുടങ്ങിക്കിടക്കുന്നത് ചെയ്യാനുമായിട്ട് പറഞ്ഞൊക്കെയാണ്. അപ്പോൾ ആ ഒരു കാര്യം രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു. അടുത്ത മൂന്നാമത്തെ ജോത്സ്യം വരെയാണ്. മൂന്നാമത്തെ ജോത്സ്യം വന്നപ്പം ചെറിയൊരു ദോഷം കാണുന്നുണ്ട്. അപ്പോൾ ചോദിക്കുക എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു സർപ്പദോഷമാണ്, എപ്പോഴെങ്കിലും പാമ്പിനെ ഇങ്ങനെ അടിച്ച് ഇതാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പാമ്പിനെ തല്ലിയിട്ടുണ്ട്. അത് തന്നെയാണ്, അതിനു വേണ്ടി നാഗർക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ വഴിപാടുകളൊക്കെ മുടങ്ങിക്കിടക്കുകയാണ്, അത് കൃത്യമായിട്ട് ചെയ്യണം. അതുമാത്രമല്ല നിങ്ങൾ ഇനി വലിയൊരു വീട് വെക്കും, ഒന്നൊന്നുമല്ല 2ഓ 3ഓ വീട് വെക്കുക. അപ്പോൾ സുധീഷ് പറഞ്ഞു 3-4 വീടുകൾ വെക്കുന്നുണ്ട് ജോത്സ്യരെ എന്ന് പറഞ്ഞു. ഭാസ്കര ഇരുന്ന് ചിരിയോട് ചിരിയാണ് ഈ ജോത്സ്യന്മാരെ ഓരോ ഡയലോഗേ. പക്ഷേ ഈ കുടുംബക്ഷേത്രത്തിലെ കാര്യം മാത്രം 4 പേരും ഒരുപോലെ പറയട്ടോ. അങ്ങനെ 4 പേരും വന്ന് കണ്ട് പോവേണ്. അങ്ങനെ എല്ലാവരും കണ്ട് എല്ലാവർക്കും സമാധാനമാവേണം കേട്ടോ. അവർ പ്രതീക്ഷിച്ച പോലെ ഒന്നും പേടിച്ചതൊന്നും നടന്നില്ല. അങ്ങനെ നമ്മുടെ സുധീഷ് ഈ ജോത്സ്യന്മാർക്ക് ഒരുമിച്ച് കുറച്ച് ക്യാഷ് എണ്ണി കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾ തുല്യമായിട്ട് എല്ലാവരും എടുക്കുക, വന്നതിൽ ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞ് അവരെ വിടേണ്. എൻ്റെ ഭാസ്കറിൻ്റെ അടുത്ത് പറഞ്ഞു, അതെ ഇവരെ ഒന്ന് യാത്രയാക്കുക, മീൻസ് വേറൊന്നുമല്ല, ഒരു ചായയൊക്കെ മേടിച്ചു കൊടുത്ത് വിടെന്ന് പറയും. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, ആനയിക്കാൻ നിങ്ങളും പറഞ്ഞു വിടാൻ ഞാനും, ആയിക്കോട്ടെ. അങ്ങനെ ഭാസ്കരൻ കൊണ്ടുപോയി നല്ല ചായയും കടിയൊക്കെ മേടിച്ചു കൊടുത്തിട്ടാണ് നമ്മളെ ജോത്സ്യന്മാർ അവരെ വിടുന്നത്, ജോത്സ്യന്മാരെ വിടുന്നത്. അപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു സെറ്റപ്പ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ സുഭാഷിനും ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം കാര്യങ്ങളൊക്കെ വിചാരിച്ചതിനെക്കാട്ടിലും സമാധാനപരമായല്ലോ. ഇത്രയേ ഉള്ളൂ എൻ്റെ സുഭാഷ് ഏട്ടാ, കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യത്തിനല്ലേ സുഭാഷ് ഏട്ടാ ഇവിടെ ഇറങ്ങിപ്പോയത്. ഞാൻ പോയിട്ട് തിരിച്ചു വന്നല്ലോ അല്ലേ. ഈ അയാളുടെ മണ്ടത്തരവും കേട്ട് ഞാൻ പോയിരുന്നെങ്കിലോ എൻ്റെ കുട്ടികളെയൊക്കെ ഞാൻ വിട്ടിട്ട്, കാരണം തൻ്റെ അനിയന്മാരെയും തൻ്റെ വീടും നിധിയൊക്കെ വിട്ടിട്ട് പോവേണ്ടി വരുമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് അങ്ങ് ഭയങ്കര സന്തോഷമായിട്ട്. സുഭാഷ് പഴയതിനെക്കാട്ടിലും സ്ട്രോങ് ആവുകയാണ്. എൻ്റെ സുഭാഷ് അപ്പോൾ തന്നെ അവിനാശിനെ വിളിക്കുന്നുണ്ട്. അവിനാശിനെ വിളിച്ചിട്ട് വർക്കിൻ്റെ കാര്യങ്ങളും ഞാനിപ്പോൾ തന്നെ വരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് അവരൊക്കെ നോക്കുമ്പോൾ സുഭാഷ് ഭയങ്കര സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയാണ്. ആ സമയത്ത് നിധി പറഞ്ഞു, അതെ ജോത്സ്യന്മാർ പറഞ്ഞു തന്നിട്ടൊരു കാര്യം മാറിയും തിരിഞ്ഞൊക്കെ പറഞ്ഞെങ്കിലും 4 പേരും പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, അതായത് കുടുംബക്ഷേത്രത്തിൻ്റെ കാര്യം, അതിനൊരു മുടക്കവും വരരുത്, അത് പൂജ ചെയ്യണം എന്നുള്ളത് തന്നെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ കാര്യത്തിൽ ഒരു മാറ്റവും വരുത്തണ്ട. എവിടെയാണ് സുധീഷേ നിങ്ങളുടെ കുടുംബക്ഷേത്രം? സുധീഷ് പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ സുഭാഷേടാ എവിടെയാണ് നിങ്ങളുടെ കുടുംബക്ഷേത്രം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷിനും അറിയില്ല എവിടെയാണ് എന്നുള്ളത് അറിയില്ല. അങ്ങനെ അവർക്ക് ആകെ കൺഫ്യൂഷൻ. അല്ല നിങ്ങളുടെ സ്വന്തം സ്ഥലം അപ്പം തിരുവനന്തപുരം അല്ലേ? അതെനിക്കറിയില്ല. അപ്പോൾ സുഭാഷ് പറഞ്ഞു എന്തായാലും അച്ഛനും അമ്മയും അവരൊക്കെ ഇവിടെ ആയിരുന്നു, പക്ഷേ അല്ലാണ്ട് എനിക്കറിയില്ല നിധി മോളെ എന്നിങ്ങനെ നിധിയുടെ അടുത്ത് പറയണം കേട്ടോ സുഭാഷ്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാമല്ലോ, വെളിയിരിപ്പുണ്ടല്ലോ. അങ്ങനെ നിധി ചെന്നിട്ട് ഭാസ്കറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അച്ഛനെ വിളിച്ചുകൊണ്ട് വരികയാണ്. ഭാസ്കറിനെ ഇവരുടെ അടുത്തോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഭാസ്കറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് കാര്യങ്ങൾ. അതെ അച്ഛൻ നമ്മുടെ കുടുംബക്ഷേത്രം നിങ്ങളുടെ എവിടെയാണെന്ന് ചോദിക്കുക. ഭാസ്കരൻ പറയും അറിയില്ലെന്നോ? അച്ഛൻ എന്താ ഈ പറയണേ? നിങ്ങളുടെ കുടുംബക്ഷേത്രേ, അതായത് അച്ഛനും അച്ഛൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ നിങ്ങളുടെ പാരമ്പര്യമായിട്ട് നിങ്ങളൊക്കെ ഈ വീട്ടിൽ തന്നെയാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്ക് കൃത്യമായിട്ടല്ല. എൻ്റെ അച്ഛൻ അമ്മ ഇവിടെ തന്നെയായിരുന്നു, അവരുടെ അച്ഛൻ അമ്മയൊന്നും എനിക്കും കൃത്യമായിട്ട് അറിയില്ല മോളെ എന്ന് ഭാസ്കരൻ പറയാണ്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു ഇതൊന്നും നടപടി ആവൂല, നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. നിധി പറഞ്ഞു സുധീഷേ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വെക്കരുത്, കാരണം കുടുംബക്ഷേത്രം എവിടെയാണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അവിടേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഉടനെ ചെയ്യണം. അപ്പം നമ്മുടെ സുഭാഷും പറഞ്ഞു ശരിയാ മോളെ, നമുക്ക് ഒരുമിച്ച് പോയി തന്നെ അത് കണ്ടുപിടിച്ച് എവിടെയാണെന്ന് തിരക്കണമെന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ സുഭാഷിൻ്റെ അടുത്ത് നിധിയും സുധീഷും ഹരീഷൊക്കെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നമ്മുടെ സുനന്ദയുടെ അമ്മയും അമ്മാവനും ഇവിടെ
സുഭാഷ് ചേട്ടനെ കാണാനില്ല എന്നറിഞ്ഞ് ഇവിടെ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സുഭാഷ് ചോദിച്ചു, അവരോ? കാരണം ഇപ്പം ഞങ്ങളാരെങ്കിലും കണ്ടില്ല എന്ന് പറഞ്ഞാൽ അവർ വരില്ല, പക്ഷേ എന്താണോ സുഭാഷ് ചേട്ടനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വന്നു. അത് കേട്ടപ്പോൾ സുഭാഷിന് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. കാര്യം വേറൊന്നുമല്ല, ഇത്രയും ശത്രുതയൊക്കെ ഉണ്ടെങ്കിലും ഒരാവശ്യം വന്നപ്പോൾ അവർ വന്നല്ലോ, അത് ഓർത്തിട്ട് സുഭാഷിന് ഭയങ്കര ഒരു സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളാണ് നാളെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിയിൽ വരുന്നത്. അപ്പം സമയം ഇനി മറന്നു പോകണ്ട. ഇന്ന് ഞാൻ പഴയ പോലെ തന്നെയാണ്. നാളെ മുതൽ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് ഉച്ചയ്ക്ക് 2:30 വരും കേട്ടോ. ഞാൻ പോസ്റ്റൊക്കെ ഇട്ടോളാം. എങ്ങാനും നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ സമയത്തിന് മാറ്റമൊന്നുമില്ല, നാളെ മുതലാണ് ടൈമിന് മാറ്റം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് കിട്ടുമെന്ന പ്രതീക്ഷയോടെ തന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.